കർത്താവ് നൽകി തന്നിരിക്കുന്ന ഈ നല്ല സാവകാശത്തെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫ് നമ്മുടെ മധ്യത്തിൽ വചനം സംസാരിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അതിനു മുമ്പായി കർത്താവിന്റെ ദാസി സിസ്റ്റർ സിനി ജോസഫ് നമ്മുടെ മധ്യത്തിൽ ഗാനം പാടുന്നതായിരിക്കും. അതിനായിട്ട് ദൈവദാസിയെ സ്നേഹത്തോടെയും ആദരവോടും കൂടെയും ഈ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രന് നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രന് നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി
ചൊല്ലുന്നു ഞാൻ. താങ്ക് യു സോ മച്ച്. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അർത്ഥവത്തായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് കേൾക്കുവാൻ തക്കോണം രാത്രികാലം ഇടയായി തീർന്നുവല്ലോ. ഹല്ലേലൂയ. അർഹിക്കാത്ത നന്മകൾ ഓരോന്നും നമുക്ക് നൽകി തന്ന് ഹല്ലേലൂയ സ്തോത്രം. നമ്മെ സ്നേഹിച്ച ദൈവ സ്നേഹത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രാത്രികാലം പാട്ടുകാരൻ ആഹ്വാനം ചെയ്തതുപോലെ, പാട്ടുകാരൻ പാടുന്നത് പോലെ നന്ദിയോടെ കർത്താവേ സ്തോത്രം, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രാത്രികാലം നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഇന്ന് രാത്രികാലത്തെ വചന ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫിനെ വചനത്തിന്റെ മർമ്മങ്ങൾ ദൈവദാസൻ വെളിപ്പെടുത്തുമ്പോൾ അത് ആ ഹൃദയങ്ങളിലേക്ക് ആഴമായി പതിക്കുവാൻ, ഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്തുവാൻ, തുടർന്ന് അനേക നാളുകൾ വചനം ഈ യൂട്യൂബിലൂടെ ഒക്കെ അനേകരെ ശ്രവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ വിടുതലും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ഈ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, അത് ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ. സ്തോത്രം. പാട്ടുപാടിയ പ്രിയ സിസ്റ്റർ സിനി ജോസഫിനെ ഓർത്തുകൊണ്ട്, വചനം സംസാരിക്കുവാൻ പോകുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫിനെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ ലൈനിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരാൾക്ക് ദൈവസനയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസനയിൽ ഹൃദയങ്ങളെ വണക്കി അത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസനയിൽ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വിഷയങ്ങളെ ദൈവസനയിൽ സമർപ്പിച്ചു. പരിശുദ്ധ ദൈവമേശപിതാവേ പശ്ചാസ്തോത്രത്തെ ഭാലോടത്തോടെ നന്ദിയുള്ള ഹൃദയത്തോടെ എടുത്തു അന്വേഷിച്ച പശ്ചാസ്തോത്രം ഏഴർക്ക് സന്ധ്യാസമയം ഒരുക്കി തന്ന കർത്താവേ, ഹല്ലേലൂയ. നല്ലൊരു പൽക്കാലം ഞങ്ങളെ കർത്താവെ വിട്ടുകടന്നു പോയ വലിയ ആപത്തോ ദുഃഖങ്ങൾ നിറഞ്ഞ ഒരു പൽക്കാലം കർത്താനുഗ്രഹത്തോടെ അക്രബയുടെ മറയിൽ യേശുവിന്റെ രക്തത്തിൽ ഞങ്ങൾ എല്ലാവരെയും പൊതിഞ്ഞപ്പ ഹല്ലേലൂയ. സ്വന്തം രാജ്യത്തിന്റെ പല ഹല്ലേലൂയ സ്റ്റേറ്റുകളിൽ കർത്താവെ പല ഭവനങ്ങളിൽ ഇരുന്ന് കർത്താവ് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ദൈവസനയിൽ തുറന്ന് നമുക്ക് പ്രാർത്ഥനയോടെ വചനത്തിന് മുമ്പിലായിരിക്കാം. പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും പ്രത്യേകം കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട മറുപടി നൽകി മാനിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രികാലം ലൈനിലായിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഒക്ലഹോമ പ്രയർ ലൈനിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകം ഇന്ന് രാത്രികാലം വചന ശുശ്രൂഷയ്ക്കായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫിനെ ലൈനിലേക്ക് സ്നേഹത്തോടെയും ആദരവോടെയും ക്ഷണിക്കുകയാണ്. പതിവ് പോലെ പ്രായലേഖനത്തിൽ നിന്ന് ഇന്ന് രാത്രികാലം തുറന്ന് പഠിക്കുവാൻ തക്കോണം നമുക്ക് ദൈവസനത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പാസ്റ്റർ ടോമി ജോസഫ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രേരണയിൽ കടന്നു വരുവാൻ കർത്താവ് എളിവിനെ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവത്തിന്റെ വിലപ്പെട്ട ദാസന്മാർ, ദാസിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾക്കെല്ലാം വന്ദനം അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന ഹല്ലേലൂയ ഞങ്ങൾക്ക് വളരെ കോട്ടയാണ്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രയർ ലൈനിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ഇവാഞ്ചലിസ്റ്റ് സായിക്കിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെയും വിജിസിസ്റ്ററെയും മാതാവിനെയും കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകൾ ഏറ്റവും വിജയകരമായി തീരട്ടെ. അനേകർക്ക് അനുഗ്രഹമായി ലൈൻ തീരുകയും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ ആവശ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ആമേൻ ഹല്ലേലൂയ ജോലി തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായി അനേകർക്ക് അനുഗ്രഹമായി പ്രത്യേകിച്ച് ദൈവജനത്തിന്റെ ഹല്ലേലൂയ വിടുതലുകൾക്കും അനേകരുടെ വിടുതലുകൾക്കുമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മ, അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിൽ ഭാഗവാക്കുകളായി ആത്മാർത്ഥമായി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ ഇതിനൊക്കെ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നല്ല പാട്ടും അതുപോലെ തന്നെ ശക്തമായ പ്രാർത്ഥനയും നമുക്ക് ലഭിക്കാനിടയായല്ലോ. ആമേൻ. വളരെ അനുഗ്രഹമായി അവിടുത്തെ വിലപ്പെട്ട ദാസനെ കർത്താവ് ലീഡിങ്ങിനായി ഉപയോഗിക്കുന്നല്ലോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവനം വളരെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥനയൊക്കെ അടുത്തപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്. നമ്മളായിരിക്കുന്ന രാജ്യത്ത് നമ്മൾ യാതൊരു വിധമായ പ്രശ്നങ്ങളും അനുഭവിക്കുന്നില്ല. ഒന്നിനെയും നമ്മൾ അഭിമുഖീകരിക്കാതെ വാർത്തകളിലൂടെ കേട്ട് മനം നൊന്ത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അല്പമായ ദുഃഖങ്ങളല്ലാതെ നമ്മൾ കഠിനമായ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ല. എന്നാൽ യുദ്ധഭൂമിയിൽ
അനേകര് മരിക്കുകയും അംഗവൈകല്യം ഉണ്ടാകുകയും അനേകരുടെ ജീവിതം വളരെ കഷ്ടതയിലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഏറ്റവും പ്രതിസന്ധികൾ കൂടെ ജനം കടന്നുപോവുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇതൊക്കെ നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഈ ദിവസങ്ങൾ ഒരുങ്ങുകയും കർത്താവിന്റെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകാതെ ആമേൻ ഹല്ലേലൂയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്ന ജീവിതങ്ങൾക്ക് ഒരാശ്വാസം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വവും ദൗത്യമാണ്. അതുകൊണ്ട് നമുക്ക് കുടുംബമായി വ്യക്തിപരമായി പ്രത്യേകിച്ച് പ്രയർ ലൈനിന് അതുപോലെ തന്നെ മറ്റ് കൂട്ടങ്ങൾ ഇവരെല്ലാം ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കൂടുതലായി പ്രാർത്ഥിക്കുകയും ഈ പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം വായിച്ചിരുന്ന അമ്മാമിയെ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം 4-ാം അധ്യായം പ്രൈസ് ദി ലോർഡ് അതിന്റെ 7-8 വാക്യങ്ങളാണ് നമുക്ക് വായിക്കേണ്ടത്. ഹീബ്രു ചാപ്റ്റർ 4, 7 and 8. പ്രൈസ് ദി ലോർഡ്. ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുൻപേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി എങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. മനോഹരമായ നല്ല രാത്രി കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രേളനായി നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ വിൽപ്രദാസൻ കുടുംബത്തിനായി സ്തോത്രം. ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായ ദൈവദാസിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, പാടിയ പ്രാർത്ഥിച്ച വായന വായിച്ചിരുന്ന ഞങ്ങളുടെ ദാസിമാർ എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇളയവനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ വചനത്തോടെ സംസാരിക്കണം. അതേ അതിൽ വ്യത്യസ്തമായ ചിന്തകളും ആശയങ്ങളും ആലോചനകളും ദൈവികമായ അടിസ്ഥാനങ്ങളും ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ കൃപ ചെയ്യണം. കുഞ്ഞാടെ രക്തത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങളെല്ലാവരെയും കഴുകി അഭിഷേകത്തിന്റെ പുത്തൻ നിറവിലേക്ക് ഞങ്ങളെ ഒന്നുകൂടെ ഹല്ലേലൂയ ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചൈതന്യം പകർന്നാട്ട് കൃപ ചെയ്യണം. പിതാവുത്തരം പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ മഹത്വം അടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ 4-ാം അധ്യായത്തിലെ ആമേൻ 2 വ്യക്തികളെ കുറിച്ച് 7-8 വാക്യങ്ങളിൽ പറയുന്നു. ഇന്ന് അവന്റെ ശബ്ദം ആമേൻ ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവിടുത്തെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ് എന്ന് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ദാവീദ് പറഞ്ഞിരിക്കുന്ന പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണി, ഇന്ന് അവിടുത്തെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഈ വാക്യം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു വാക്യമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വാക്യത്തിൽ പറയുന്നത് ഹല്ലേലൂയ അതിന്റെ 95-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ ഇന്ന് നിങ്ങൾ അവിടുത്തെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിബയിലെ പോലെയും മരുഭൂമിയിലെ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അപ്പോൾ ഹല്ലേലൂയ ഇത് സത്യത്തിൽ ഇത് കേൾക്കുന്ന കേൾവിക്കാരായ പുതിയ നിയമ വിശ്വാസികളോട് പ്രൈസ് ദി ലോർഡ് പഴയ നിയമത്തിൽ സംഭവിച്ച ഇസ്രായേൽ ജനത്തിന്റെ ആ തകർച്ചയുടെ മുമ്പിലുണ്ടായ സംഭവം അവര് ഹൃദയത്തെ കഠിനമാക്കി, അവരെ കഠിനമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള ആ സ്നേഹവും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള മനസ്സില്ലായ്മയും അതുപോലെ തന്നെ അതിനോട് എതിർക്കുകയും മത്സരിക്കുകയും പെറുവിറുക്കുകയും അതിനെ തട്ടിക്കളയുകയും ചെയ്യുന്ന കഠിനമായ ഒരു അനുഭവത്തിൽ ഇസ്രായേൽ ജനം ആയിത്തീർന്ന സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരന്ന് അവിടെ ഹൃദയം കഠിനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് ഹൃദയം കഠിനപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ അവർ കഠിനപ്പെടുത്തുകയാണ്, അവർ കഠിനമാകുകയാണ്. അവർക്ക് മാനസാന്തരമില്ല, അവർക്ക് ഒരു മനസ്സിനൊരു താഴ്മ ഉണ്ടാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ദൈവം അവരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസനിൽ കൂടെ സംസാരിക്കുമ്പോൾ അവർക്കൊരു സ്വയമായ ഒരു രൂപാന്തരമോ അല്ലെങ്കിൽ ഒരു താഴ്മയോ അനുസരിക്കാനുള്ളൊരു മനോഭാവമോ അത് ഞങ്ങൾക്ക് വേണ്ടി ദൈവം തരുന്ന നല്ല ആലോചനകളാണല്ലോ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ എന്നൊന്നും മനസ്സിലാക്കാൻ അവരെ ഗ്രഹിക്കുവാനുള്ള മനസ്സ് വെക്കാതെ അവർ ഹൃദയത്തെ കഠിനമാക്കിയിട്ട് പാറയുടെ പുറത്ത് അല്ലെങ്കിൽ ഒരു ചേമ്പലയുടെ പുറത്ത് വെള്ളം വീഴുന്നത് പോലെ അത് തെറിച്ചു പോകത്തക്ക രീതിയിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അവർ അതിനെ തട്ടിക്കളയുകയാണ്. പ്രൈസ് ദി ലോർഡ്.
എന്നാൽ അന്ന് അവർ ഈ കഠിനമായ സ്വഭാവം അവർ പ്രത്യക്ഷമായി ദൈവ മുമ്പാകെ കാണിച്ചതിന്റെ പേരിൽ അവർക്കുണ്ടായ അധപ്പതനം, തകർച്ചകൾ നമ്മുടെ മുമ്പിലേക്ക് വരച്ച് കാണിച്ചുകൊണ്ട് ഇന്ന് രാത്രി പറയുകയാണ്, അവരന്ന് കഠിനപ്പെട്ടതുപോലെ ദൈവവിഷയങ്ങളിലും ദൈവകാര്യങ്ങളിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ആത്മീയ കാര്യങ്ങളിലും വചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ ആലോചനകളിലൊന്നും നമ്മൾ അതിനെ കേൾക്കാതെ കഠിനപ്പെട്ട് മത്സരിക്കരുത് എന്ന് ദൈവം നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. നമ്മുടെ എഗസ്കേൽ പ്രവചനത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കല്ലായിട്ടുള്ള ഹൃദയത്തെ മാംസളമാക്കി തീർത്തു. എങ്ങനെയാണ്? നിർമ്മല ജലമാകുന്ന വചനം നമ്മളിലേക്ക് ഒഴിച്ചിട്ട് കല്ലായിട്ടുള്ള ഹൃദയത്തെ മാംസളമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. മാംസളമാക്കി തീർത്തിട്ട് ഹല്ലേലൂയ, ആ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി പുതിയ ഹൃദയമാക്കി. ദൈവത്തിന് സ്തോത്രം. ഒരാത്മാവിനെ സൃഷ്ടിച്ച്, ദൈവത്തിന്റെ ആത്മാവിനെ സൃഷ്ടിച്ച് നമ്മളെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ കഠിനപ്പെട്ടിരുന്ന കല്ലായിട്ടുള്ള നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മാംസളമാക്കി തീർത്തെങ്കിൽ, മാംസളമായ ഹൃദയമുള്ളവരോട് പറയുകയാണ്, ദൈവവിഷയമായ കാര്യങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ഇനി നമ്മുടെ ഹൃദയം പഴയ കല്ലിലേക്ക് മാറിപ്പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിന്ന് സ്നേഹവും സൗമ്യതയും താഴ്മയും മനസ്സലിവും നിഷ്കളങ്കതയും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വിട്ടുവീഴ്ചയും, അതുപോലെ തന്നെ ദൈവത്തിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ താണ് വീണ് അത് ഏറ്റെടുക്കുവാനും അനുസരിക്കുവാനും ഒക്കെ ഉള്ളൊരു, അതിനെ മറുതലിക്കാതെ, എനിക്കതിന്റെ ആവശ്യമില്ലെന്ന് പറയാതെ, പ്രൈസ് ദി ലോർഡ്, എന്നോട് എന്തിനാണ് സംസാരിക്കുന്നത്, എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ഉള്ള ഒരു മനോഭാവം ഉണ്ടാകാതെ മാംസളമായ, അത് സ്വീകരിക്കുവാനുള്ള ലളിതമായ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഒരിക്കലും കഠിനപ്പെട്ടു പോകാൻ ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമുക്കറിയാം, ചില കുടുംബ ജീവിതങ്ങളിലൊക്കെ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞ് അത് വീണ്ടും വീണ്ടും വഴക്ക് മുഴുത്തിട്ട് പിന്നെ സ്നേഹമില്ലാതെ അങ്ങ് കഠിനപ്പെട്ട് പിന്നെ രണ്ടുപേരും അകന്ന് സംസാരിക്കാതെയും നാളുകളായിട്ട് ഇങ്ങനെ അകന്നകന്നകന്ന് കഠിനമായി പിന്നെ ആ സ്നേഹബന്ധം ഒരിക്കലും മടങ്ങി വരാത്ത രീതിയിൽ കഠിനപ്പെട്ട് ഇങ്ങനെ ദൂരത്തേക്ക് അകന്നു പോകുന്ന അനുഭവങ്ങൾ, ദൈവത്തിന്റെ സ്തോത്രം, അത് കുടുംബത്തിലുണ്ടാകാം. അത് ഹല്ലേലൂയ, മരുമക്കളിലും അമ്മായിമ്മകളിലും ഉണ്ടാകാം. ദൈവത്തിന്റെ സ്തോത്രം. അത് ഹല്ലേലൂയ, വിശ്വാസികൾ തന്നെ തമ്മിലുണ്ടാകാം, ശുശ്രൂഷകരും വിശ്വാസികളും തമ്മിലുണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള കഠിനമായ അനുഭവങ്ങൾ, ഒരു അനുഭവങ്ങൾ, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത, ഒരു സ്നേഹത്തിന്റെയും സൗമ്യതയുടെയും ക്ഷമയുടെയും ഒരു മനോഭാവം ഉണ്ടാകാതെ, അല്ലെങ്കിൽ ഒരു മനസ്സലിവ് കാണിക്കാതെ അങ്ങ് കഠിനമായിരിക്കുന്ന ക്രൂരമായ പ്രാകൃതമായ വികൃതമായ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ആക്കിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും ഇങ്ങോട്ട് വന്നാൽ എല്ലാം തട്ടിക്കളയുക, ഒന്നും അങ്ങോട്ട് അംഗീകരിക്കാത്തൊരു മനസ്സ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാം ദൈവം പറയുന്ന കാര്യങ്ങൾ റിസീവ് ചെയ്യുക. നല്ല നല്ല കാര്യങ്ങൾ ദൈവം നമ്മളോട് പറയുന്നതെല്ലാം റിസീവ് ചെയ്യുക. ഒരുപക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം നിർബന്ധമില്ല. നമ്മളെ സന്തോഷിപ്പിക്കുകയും നമ്മളെ ഹല്ലേലൂയ, നമുക്കത് നമ്മുടെ ചിന്തയിൽ അതെല്ലാം ശരിയാണെന്ന് തോന്നുന്നില്ലെങ്കിലും ദൈവത്തിന്റെ ആലോചനകളും ദൈവത്തിന്റെ വാക്കുകളും ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ ഇഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കുകയും അതിൻ പ്രകാരം മുമ്പോട്ട് പോവുകയും ചെയ്യുവാൻ നാം തയ്യാറാകണം. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ആ സങ്കീർത്തനത്തിലെ ആ വാക്യം എടുത്ത് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ ജനങ്ങൾ അവിടെ ഹൃദയത്തെ കഠിനമാക്കി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് വിഷയത്തിന്റെ നടുവിലും ഹല്ലേലൂയ ഒരു ശാന്തമായ, ഒരു ഊഷ്മളമായ ഒരു തണുപ്പ്, അല്ലെങ്കിൽ ഒരു മയമുള്ള സോഫ്റ്റായിട്ടുള്ള ഒരു സമീപനമാണെങ്കിൽ, ഏത് വിഷയങ്ങളും അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ സൗമ്യമായും ശാന്തമായും മനോഹരമായും അത് വലിയ പൊട്ടിത്തെറിയില്ലാതെ ആ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തുവാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഇവിടെ കഠിനപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കാര്യങ്ങൾ എനിക്ക് വേണ്ട, എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല, അതിനോട് ഞാൻ യോജിക്കത്തില്ല, അതിന് ഞാൻ വിട്ടുവീഴ്ച ചെയ്യത്തില്ല, അവിടെ ഞാൻ താഴത്തില്ല, അതെനിക്ക് ഹല്ലേലൂയ, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ ഒരിക്കലും ഉണ്ടാകാതെ, പെറുപിറുക്കാതെ, എതിർക്കാതെ, മത്സരിക്കാതെ, അവിശ്വസിക്കാതെ, അതിനെ തട്ടിക്കളയാതെ
ദൈവത്തിന്റെ സന്നിധി താഴ്മയോടെ ഇരിക്കണമെന്നുള്ളതാണ് ആ വാക്യത്തിന്റെ കാര്യങ്ങൾ. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ അനവധി വിഷയങ്ങൾ അതിനെ വ്യാഖ്യാനിച്ച് പറയാനുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ അടുത്ത വാക്യത്തിലേക്ക് ആമേൻ വരുന്നതിന് മുമ്പായി നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് അന്നത്തെ കാലത്ത് സംഭവിച്ചൊരു കാര്യമാണ്. പഴയ നിയമകാലത്ത് കഠിനപ്പെടുത്തിയ ജനങ്ങളുടെ ഒരു ചിത്രത്തെ അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വരച്ച് കാണിച്ചു കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇത് അന്ന് സംഭവിച്ചതാണെങ്കിൽ ഇന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് ആമേൻ ഇന്നത്തെ ദിവസം, ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ ആമേൻ നമുക്കിത് ഇന്നത്തെ ദിവസത്തെ ഒരു ദൂതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ഇന്നലത്തെ വിട്. പ്രൈസ് ദി ലോർഡ്. ഇനി നാളെ വേറൊരാൾ പ്രസംഗിക്കുകയാണെങ്കിൽ നാളെ എന്നുള്ള ദിവസം ഇന്നായി മാറുന്നത്. നാളെ നേരം വെളുത്ത് കഴിയുമ്പോൾ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ നാളെ എന്നല്ല പറയുന്നത്, ഇന്നെന്നാ പറയുന്നത്. അപ്പോൾ എപ്പോൾ ദൈവവചനം കേൾക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി ഇനി 12 മണി അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ദിവസമാകും. എന്നാൽ അതിനിപ്പുറം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ഇന്ന്? ഇനി എപ്പോൾ 12 മണി കഴിഞ്ഞ് കേട്ടാലും അത് കേൾക്കുമ്പോൾ പ്രഭാതമാണെങ്കിലും അതിപ്രഭാതമാണെങ്കിലും ഇന്ന് എന്നുള്ള ആ വാക്കായിരിക്കും ആ സമയത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സമയത്തും നമ്മളോട് ദൈവം പറഞ്ഞാൽ ദൈവകാര്യങ്ങൾ, ദൈവകൽപ്പനകൾ, ദൈവേഷ്ടങ്ങൾ, ദൈവത്തിന്റെ ആലോചനകൾ, അത് ദൈവവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിൽ കൂടെയും വിവിധ മുഖാന്തരങ്ങൾ കൂടെയും ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ അതിനെ ഏറ്റവും താഴ്മയോടുകൂടെ സ്വീകരിക്കുകയും വിനയത്തോടുകൂടെ അത് അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും ദൈവം പറയുമ്പോൾ ഹല്ലേലൂയ, ഈ കാര്യം എത്ര കാലം ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ കേൾക്കുന്ന അന്നത്തെ ദിവസത്തെ ആ ആലോചന അന്ന് ആരൊക്കെ ജീവിച്ചിരുന്നു അത് കേൾക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി ആമേൻ പ്രൈസ് ദി ലോർഡ് പറയുന്ന ഒരു കാര്യമാണ്. അവർക്ക് വേണ്ടി ആ നിമിഷം സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് അവർ കേൾക്കുമ്പോൾ ഇന്ന് എന്നുള്ളത് ആമേൻ അവരിലേക്ക് കുത്തി ഇറക്കുന്ന ഒരു നങ്കൂരമായി ഇന്ന് എന്നുള്ളൊരു ആമേൻ ദിവസം അവർ കേൾക്കുന്ന ആ ദിവസത്തെ കുറിച്ചാണ് അത് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഏത് നിമിഷം വരെ ദൈവം ഈ വചനം ജനത്തോട് സംസാരിക്കുന്നുവോ അത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ആ കേൾക്കുന്ന ദിവസം അത് അവർക്ക് വേണ്ടി അന്നേരം ദൈവം കൊടുക്കുന്ന ഇന്നേ എന്നുള്ള ആ ഒരു സൂചനയായി കൊടുക്കുന്ന ദൂതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ അവൻ ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ അന്ന് ഇസ്രായേൽ ജനത്തോട് ഏതൊക്കെയോ വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ച കാര്യമാണ്. അത് ഇവിടെ ഈ എബ്രായ ലേഖന കർത്താവ് എഴുതി വെച്ചിരിക്കുമ്പോൾ അത് വായിച്ച കാലങ്ങൾ അനേക ആളുകൾ വായിച്ചിട്ടുണ്ട്. പല നൂറ്റാണ്ടുകളിൽ ഇത് വായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലരും ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ നിമിഷത്തിൽ നിങ്ങളിത് കേൾക്കുമ്പോൾ ഇത് നമ്മളോടുള്ള ദൈവത്തിന്റെ ആലോചന ഇന്നത്തെ ഒരാലോചനയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളിൽ ദൈവത്തോടുള്ള വിഷയത്തിലോ ദൈവകാര്യങ്ങളിലോ സഭാകാര്യങ്ങളിലോ ആമേൻ ഹല്ലേലൂയ വചനത്തിന്റെയോ പരിശുദ്ധാത്മാവിന്റെ ആലോചനയോടെയോ എന്താണെങ്കിലും ഒരു ആത്മീയ വിഷയത്തിന്റെ ഏത് വിഷയങ്ങളിലെങ്കിലും കഠിനപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ കഠിനതകൾ മാറി നമ്മുടെ മനസ്സൊന്ന് ഉരുകണം. നമ്മുടെ മനസ്സ് ഒന്ന് പ്രൈസ് ദി ലോർഡ് മാംസളമാക്കി തീർക്കണം, മയമാക്കി തീർക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കഠിനപ്പെട്ട് നമ്മൾ പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. വളരെ നിഷ്കളങ്കമായ, വളരെ ശാന്തമായ, സൗമ്യമായ, ലളിതമായ, വിനയത്തോടുകൂടിയുള്ള, അംഗീകരിക്കുവാൻ താഴ്മയോടുകൂടെ ഏറ്റെടുക്കുന്ന ഒരു ഹല്ലേലൂയ കുഞ്ഞിന്റെ ഹൃദയം പോലെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആമേൻ സ്വർഗരാജ്യത്തിൽ കടക്കാൻ പറ്റത്തില്ലെന്നൊക്കെ കർത്താവ് പറയുന്നത്. അപ്പോൾ ശിശുക്കളെ പോലൊരു ഹൃദയം നമുക്കുണ്ടാകുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ശിശുവിന്റെ ഹൃദയം കല്ലായിട്ടുള്ള ഹൃദയമല്ല, അതിങ്ങനെ മാംസളമായ ഹൃദയമാണ്. അത് കഠിനപ്പെടത്തില്ല. പ്രൈസറോട് എപ്പോഴും ആ ശിശുവിന്റെ ഹൃദയം അത് ചിലപ്പോൾ വേദനിക്കുമ്പോൾ കരഞ്ഞാലും ഹൃദയം ഒരിക്കലും കഠിനപ്പെടത്തില്ല. ആ ശിശുവിനെ വൈരാഗ്യപ്പെടാൻ അറിയത്തില്ല. പ്രൈസറോട് നിഷ്കളങ്കമായ ഹൃദയമായിരിക്കും. ദൈവമക്കളെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ഒരു ശിശു ഹൃദയം, നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന്റെ ഉടമകളായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ വചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സ്വാധീനം നമ്മളിൽ ഉണ്ടാകാനായിട്ട് നമ്മൾ നമ്മുടെ ഹാർട്ടിനെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കാൻ ഇടയായിത്തീരും. നമ്മളെ എപ്പോഴും നല്ല ഒരു താഴ്മയും വിനയവും അനുസരണവും ഏറ്റെടുക്കാനുള്ളൊരു മനസ്സും അംഗീകരിക്കാനുള്ളൊരു മനസ്സും അത് വചനത്തോടുള്ള ബന്ധത്തിലും അത് നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് ന്യായമായ കാര്യങ്ങൾ, നീതിയായ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ
ദൈവം പറയുന്നത് എപ്പോഴും ന്യായവും നീതിയുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരാണെങ്കിലും നമ്മളോട് ന്യായവും നീതിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആമേൻ സ്തോത്രം, നമ്മളത് അംഗീകരിക്കുകയും ശാന്തമായി മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ അത് നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. എപ്പോഴും പ്രൈസ് ദി ലോർഡ്. കഠിനപ്പെടുത്തിയിട്ട് ഹൃദയം കഠിനപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ പറയുകയും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ ജഡത്തിൽ വിതയ്ക്കുന്നവർക്ക് ജഡത്തിൽ നാശം കൊയ്യും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹൃദയം കഠിനപ്പെടുത്തി ജഡത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ടാകാതെ ആത്മഫലം നിഷ്കളങ്കമായ ഒരു മനസ്സിൽ നിന്ന് ഉതിർത്തു വരുന്ന നല്ല നല്ല കാര്യങ്ങൾ ആമേൻ ദൈവത്തിന്റെ ഹല്ലേലൂയ നാമത്തിന്റെ മഹത്വത്തിനായി നമ്മളിൽ കൂടെ ഉണ്ടാകുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത്, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് യോശുവയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മോശയ്ക്ക് ശേഷം ദൈവം തെരഞ്ഞെടുത്ത ആമേൻ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ ദാസനാണ് യോശുവ. യോശുവയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്ന സമയത്ത് യോശുവ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കാരണം 12 പേരെ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അയക്കുമ്പോൾ യോശുവയും കാലേബും ഉൾപ്പെടെ 12 പേരെയാണ് അയക്കുന്നത്. ഈ 12 പേരെ അയക്കുന്ന കൂട്ടത്തിൽ 10 പേരുടെയും മടങ്ങിയ വരവിൽ അവർ പറഞ്ഞ വാക്കുകൾ സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും നിരാശപ്പെടുത്തുന്നതും, സത്യത്തിൽ അവർ സേവിക്കുന്ന ദൈവം അവരെ ഈ കാര്യത്തിന് വേണ്ടി ഇറക്കിവിടുന്ന, ഇതിന്റെ പുറകിൽ ഒരു ദൈവാലോചനയുണ്ട്, ഇറക്കിവിടുന്ന ദൈവത്തിന്റെ സർവശക്തിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, ഒരു നാണം കെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ആശയങ്ങളുമായിട്ടാണ് 10 പേരും മടങ്ങി വരുന്നത്. കാരണം അവരെ ഒറ്റുനോക്കുവാൻ വിട്ട കനാൻ ദേശത്ത് അവിടുത്തെ ഫലഭൂഷ്ഠമായ മണ്ണും അവിടുത്തെ കൃഷികളും വിളവുകളും ഒക്കെ കണ്ട് അവരുടെ കണ്ണുകൾക്ക് ഇമ്പം തോന്നി, മനോഹരമായ കാഴ്ചകൾ. പക്ഷെങ്കിൽ ഇതെല്ലാം കണ്ടെങ്കിലും ഇതിന്റെ മുകളിൽ ഭരിക്കുന്ന രാജാക്കന്മാർ, അവിടെ ഇവിടെ നടക്കുന്ന സഞ്ചരിക്കുന്ന രാക്ഷസന്മാരെ പോലുള്ള അനാക്യമലന്മാർ, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ ഭീതിപ്പെടുത്തുന്ന വലിയ സാഹചര്യങ്ങള് പ്രൈസ് ദി ലോർഡ് ഇവരുടെ കണ്ണുമുമ്പിൽ കണ്ടിട്ട് ഇവരെന്ത് ചെയ്യാണ്? ഇവര് മടങ്ങി വന്ന് 10 പേർ നിരാശാജനകമായ കാര്യങ്ങളെല്ലാം കൊള്ളാം, പക്ഷെ ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു വിഷയമാണ്, നമ്മളെ കൊണ്ട് സാധിക്കത്തില്ലാത്ത രീതിയിലുള്ള മറുപടി വന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യോശുവയും കാലേബും അങ്ങനെയല്ലായിരുന്നു. നമുക്കവിടെ പിടിച്ചടക്കാൻ പറ്റും, നമ്മുടെ ദൈവം നമ്മളോടുകൂടി ഉണ്ട് എന്നുള്ള മനോഭാവത്തിലുള്ള നല്ല ധൈര്യപ്പെടുത്തുന്ന, അത് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ വാക്കുകളുമായിട്ടാണ് ഈ 2 പേര് വന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോശുവ എന്ന് പറയുന്നത് അന്ന് യൗവനക്കാരനായിരിക്കുന്ന സമയത്ത് നല്ല നല്ല അഭിപ്രായങ്ങൾ, നല്ല ചിന്തകൾ, ആമേൻ, ദൈവത്തിന് കഴിയും, ദൈവത്തോടുകൂടെ നമുക്ക് സാധിച്ചെടുക്കാമെന്നുള്ള ഒരു നല്ലൊരു അഭിപ്രായമാണ് ആമേൻ ഈ യോശുവയും കാലേബും വന്ന് പറഞ്ഞത്. ഇത് ഇന്ന് രാത്രി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും പൊതുമേഖലകളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നമ്മൾ നല്ല വിശ്വാസത്തിന്റെ വാക്കുകളായിരിക്കണം ദൈവമക്കൾ പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ചില ആളുകളെ കാണുമ്പോൾ ഞാൻ ആമേൻ അവര് പല ഈ രാജ്യത്ത് ജോലിക്കായിട്ട് വന്നിരിക്കുന്നവരും ജോലിക്ക് വന്നിട്ട് അവരിങ്ങനെ ബന്ധപ്പെടുന്നവരും ചിലരൊക്കെ ചില എക്സാമുകളൊക്കെ എഴുതുവാൻ കാത്തിരിക്കുന്നവരുമായ ആളുകൾ അവരിങ്ങനെ ഭയപ്പെട്ടും ഭാരപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ എക്സാമിലൊക്കെ തോറ്റുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകേണ്ട വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭാരപ്പെടുന്ന ആളുകളെയൊക്കെ ഈ ദിവസങ്ങളിൽ കാണാനിടയായി. പക്ഷെ അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ ഭാരപ്പെടാതെ നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക, എന്നാൽ നിങ്ങൾക്ക് ദൈവം വിജയം തരും, ദൈവം സഹായിക്കും, ധൈര്യമായിട്ടിരിക്കുക, തൻ്റെ ഇടത്തോടുകൂടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊട്ടും സംശയിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും ഏത് വിഷയത്തിനും ധൈര്യമായ വിശ്വാസത്തിന്റെ നിറവിന്റെ മറുപടി പറയുകയും ആ വിശ്വാസം നമ്മളിൽ ആമേൻ വാർത്തെടുക്കുകയും ചെയ്യുവാൻ നമ്മൾ മുമ്പോട്ട് അങ്ങനെ ചെയ്യുവാൻ തക്കോണം നമ്മൾ ആമേൻ ആഗ്രഹിക്കുന്നവരായി തീരണം. നമുക്ക് ചുമ്മാതെ വിശ്വാസം ഉണ്ടാകത്തില്ല. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാണ്. അപ്പോൾ നമ്മൾ ഓർക്കും, നമ്മുടെ മുമ്പിൽ ചില ടെസ്റ്റുകൾ ദൈവം കൊണ്ടുവരും, ചില അവസരങ്ങൾ നമ്മൾ ഓർക്കും ദൈവം ഇതൊന്നും കാണുന്നില്ലെന്ന്. ദൈവ വിഷയമായിട്ട് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില ആളുകളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. നമ്മൾ വിചാരിക്കും അവർ നമ്മളോട് എന്തെങ്കിലും അവരുടെ ഒരു പരാതി പറയുകയാണെങ്കിൽ, അല്ലെ അവരുടെ ഒരു പ്രയാസം പിടിച്ച കാര്യം പറയുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് സത്യമാണെങ്കിൽ തന്നെ അതിനപ്പുറം
ഇവരെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വിഷയത്തിൽ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ മറുപടി എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഭയകുലരായിരിക്കുന്ന, ആമേൻ, പ്രയാസപ്പെട്ടിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന, അവിശ്വസിച്ചിരിക്കുന്ന, ആശങ്കയോടെ ഇരിക്കുന്ന, എങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് വിജയിക്കുവാൻ, എങ്ങനെ മുമ്പോട്ട് പോകുവാൻ കഴിയുമെന്ന് ചിന്തിച്ച് ഭയപ്പെട്ടിരിക്കുന്നവരെ കാണുമ്പോൾ, അവരെ ദൈവം നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അവരോട് നമ്മൾ, ഇത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, നമ്മൾ അവിടെ ബുക്കൊക്കെ ഇങ്ങനെ തുറന്നു നോക്കട്ടോ, ഇത് ഭയങ്കരമാണല്ലോ, ഇതെങ്ങനെ സാധിക്കും, ഇത് വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണ്. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എത്ര വലിയ വിഷയമാണെങ്കിലും ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം നമ്മൾ ഈ പറയുന്ന ആള് അവരുടെ ഉത്തരവാദിത്വം ഒന്നും ചെയ്യാതെ നമ്മൾ പറയുന്ന വാക്കിനകത്ത് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതല്ല. അവർ ചെയ്യാനുള്ള അവരുടെ പ്രയത്നം ഏറ്റവും മാക്സിമം അവർ ചെയ്യുകയും, എന്നാൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഉത്തേജനം എന്ന് പറയുന്നത്, അവർക്ക് കൊടുക്കേണ്ട വിവരമെന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോയി നിങ്ങളുടെ പരിശ്രമത്തിന്റെ മാക്സിമം നിങ്ങൾ ചെയ്യൂ. പക്ഷെങ്കിൽ അതുകൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് വിജയം തരുന്നത്. ഈ ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവത്തിന് കഴിയും, ദൈവത്തിൽ വിശ്വസിക്കൂ, അത് സാധിക്കുമെന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യോശുവ അങ്ങനെയുള്ളൊരു കാര്യമാണ് ചെയ്തത്. കാലേബ് അങ്ങനെയുള്ളൊരു കാര്യമാണ് ചെയ്തത്. അവിടെ വാക്കുകൾ, ആമേൻ, എല്ലാവരെയും അവിടെ വന്ന 12 പേരിൽ 10 പേരും വിറച്ചുകൊണ്ട് അവരൊക്കെ മുട്ടടിച്ച്, ആമേൻ, ഇങ്ങനെ അവരെയെല്ലാം കണ്ട അനാക്യമലന്മാരെയും അവിടെയുള്ള കാര്യങ്ങളും വീരുകളെല്ലാം കണ്ടു കഴിഞ്ഞ് അവർ വന്ന് വിറച്ചുകൊണ്ട് വന്ന് അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ ധൈര്യത്തിന്റെ വാക്കുകൾ പറഞ്ഞു. കാരണം എന്തെന്നറിയോ? ഇവർ അനാക്യമലന്മാരെ കണ്ടെങ്കിലും അവര് കണ്ടത് അവരുടെ ശക്തിയല്ല കണ്ടത്, അവര് അതിന് മുകളിൽ നിൽക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മൾ ഈ പഴയ നിയമത്തിലെ കാര്യമാണ് പറയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് നല്ല ആത്മീയ ശക്തരായി നിൽക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരാളിനെ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ കൊണ്ടുവന്നാൽ, അല്ലെ ചിലരെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ചില പ്രശ്നങ്ങളുടെ നടുവിൽ അവർ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളും അവരോടൊപ്പം ചേർന്ന് അങ്ങ് അവിശ്വാസത്തിന്റെയും, ഇങ്ങനെയായി പോയല്ലോ, നിങ്ങളുടെ കഥ കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല, അങ്ങനെ പറയാനല്ല ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈവം വെച്ചിരിക്കുന്നത് അവർക്ക് ധൈര്യം പറഞ്ഞു കൊടുക്കുവാൻ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുവാൻ. ഞങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ഞങ്ങൾ സേവിക്കുന്ന ഈ ദൈവത്തെ മുറുകെ പിടിച്ചാൽ മതി. ആമേൻ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആശ്രയത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ കഴിയും. ഇല്ല, നിങ്ങളുടെ മാനുഷിക ബുദ്ധിയിലോ ശക്തിയിലോ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങൾക്കത് കഴിയത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്കത് സാധിക്കും. അതാണ് യോശുവയുടെയും കാലേബിന്റെയും അഭിപ്രായം. അവർ പറയുന്നത് ഇത് വലിയ കാര്യമാണ്, ഇത് വലിയ പ്രതിസന്ധിയാണ്, പക്ഷെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ പോയാൽ നമുക്ക് ഈ കാര്യം സാധിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളായിരുന്നു യോശുവ. അപ്പോൾ യോശുവ, അതുകൂടാതെ തന്നെ യോശുവയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. മോശയോട് ചേർന്ന് നിന്ന, വിശ്വസ്തനായ, സിൻസിയറായിട്ട് നിന്ന ഒരു ഹല്ലേലൂയ വ്യക്തിയായിരുന്നു യോശുവ. ദൈവത്തിന്റെ സ്തോത്രം. യോശുവ, ആമേൻ, കോരഗിന്റെ ഒക്കെ നമുക്ക് അറിയാം, മത്സരവും അവരുടെ പൊളിറ്റിക്സ് പരിപാടികളൊക്കെ നമുക്കറിയാം. കോരഗിന്റെ ടീമുകൾ 250 പേരിൽ ചേർന്ന്, ആമേൻ, ദൈവത്തിനും മോശയ്ക്കും എതിരായിട്ടൊക്കെ പ്രവർത്തിച്ച സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷെങ്കിൽ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതിനോടൊന്നും യോശുവ കൈകൊടുത്തില്ല, കാലേബ് കൈകൊടുത്തില്ല, അതിനോടൊന്നും ചോദിച്ചില്ല. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ അവരുമായി കൂട്ടുകൂടുകയോ അവരോടൊപ്പം ചേർന്ന് അവർ പറയുന്ന കാര്യങ്ങൾക്ക് അനുകൂലിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് ആ ഭാഗത്തൊന്നും നമുക്ക് കാണുവാനില്ല. ആമേൻ. പക്ഷെങ്കിൽ എന്താണ് അവിടെ നമുക്ക് വിശ്വസ്തനായ, ആമേൻ, അല്ലെ വിശ്വസ്തനായ 2 പേരെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, യോശുവയും കാലേബിനെയും. അതുപോലെ തന്നെ നോക്കൂ, മോശയോടുകൂടെ നിന്ന മോശയുടെ സഹോദരനായ അഹറോൻ. നോക്കൂ, മോശ പർവ്വതത്തിൽ കയറിയ സമയത്ത്, ആമേൻ, ആഭരണങ്ങളൊക്കെ എടുത്ത് കാളക്കുട്ടി ഉണ്ടാക്കി വർഷിപ്പ് ചെയ്തു. വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി മാറി വർഷിപ്പ് ചെയ്യുന്ന സമയത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കൂ, മോശ ഇറങ്ങി വരുമ്പോൾ അവിടെ ഒച്ചബഹളമൊക്കെ കേട്ടിട്ട് വിജയത്തിന്റെ ഗാനങ്ങളായിരിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിലും അല്ല, അത് വേറൊരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് കാളക്കുട്ടിയെ ആരാധിക്കുകയാണ്. ആ ഒരു, ആമേൻ, സമയത്ത്, ആമേൻ, സ്തോത്രം,
മോശയ്ക്ക് കാണുവാൻ കഴിഞ്ഞ വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. അഹരോൻ അവിടെ വഴിതെറ്റിപ്പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അഹരോന്റെ അന്ത്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദയനീയമായ ഒരു അന്ത്യമാണ്. ആമേൻ, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ആമേൻ, ദൈവത്തിന്റെ വഴി വിട്ടുപോയ അഹരോൻ. പക്ഷെങ്കിൽ യോശുവ നോക്കൂ, അഹരോൻ എന്ന കാൽക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുവാൻ പോയ സമയത്തും യോശുവ ഒന്നും അതിനോട് ആമേൻ ചേർന്ന് നിന്നില്ല. മോശ പർവ്വതത്തിൽ കയറുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതിയുമാണെന്ന് മനസ്സിലാക്കി അതിന്റെ താഴ്വരയിൽ പ്രൈസ് ദി ലോർഡ് അനുഗമിച്ചു പോയ ഒരു യോശുവയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ആ യോശുവ വളരെ ആത്മാർത്ഥമായി ദൈവത്തിനോട് നിൽക്കുകയും ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു കാര്യങ്ങളിലും പോകാതെ ദൈവത്തിന്റെ ഹല്ലേലൂയ ദാസനോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിന്ന ഒരു വ്യക്തിയായിരുന്നു യോശുവ. അപ്പോൾ മോശയുടെ കാലം കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് ആ മോശ ചെയ്യുവാനിരുന്ന ആ തുടർമാനമുള്ള ശുശ്രൂഷ മോശയ്ക്ക് ഒരു പ്രത്യേക സമയം വരെ കനാനിൽ കടക്കുവാൻ കഴിയാതെ അത് കണ്ട് ആമേൻ പിസ്കാ മലമുകളിൽ നമുക്കറിയാം അവിടെ നിന്നുകൊണ്ട് കണ്ടിട്ട് താനവിടെ മരിക്കുകയും മോശയുടെ ശരീരത്തെ ദൈവം അടക്കുകയും ഒക്കെ ചെയ്ത അനുഭവം നമുക്കറിയാം. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അതിനുശേഷം യോശുവയെയാണ് ദൈവം എന്താണ് ജനത്തെ കനാനിലേക്ക് നടത്താനായിട്ട് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഈ സംഭവം നമ്മൾ കാണുമ്പോൾ 1-ാം അധ്യായം യോശുവയുടെ പുസ്തകത്തിൽ ദൈവം യോശുവയോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് എല്ലാവരും കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യോശുവ 1:1 മുതൽ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി യോശുവയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകുകയുമരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് നിന്നോട് കൽപ്പിച്ചുവല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് ചില ദൂതുകൾ കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആമേൻ മോശയ്ക്ക് ശേഷം യോശുവയെ ഉപയോഗിക്കുക. പക്ഷെങ്കിൽ മോശ മരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം യോശുവയെ കണ്ടിരുന്നു. അടുത്ത ആള് മോശയ്ക്ക് ശേഷം യോശുവ ആമേൻ ഈ ജനത്തെ കനാനിലേക്ക് നടത്തുമെന്നുള്ളത് ദൈവം കണ്ടിരുന്നു. അതിന്റെ മുഖാന്തരമായിട്ടാണ് ആമേൻ ദൈവം മോശയെ കൊണ്ട് യോശുവയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ ആത്മാവിന്റെ ഒരു അംശം, ഒരു പങ്ക് അവന്റെ മേൽ വെക്കണമെന്നൊക്കെ പറയുന്നത് ദൈവം മുന്നമേ യോശുവയെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. യോശുവയെ കണ്ട് ആമേൻ മോശ മുഖാന്തരം അനുഗ്രഹിപ്പിച്ചു. അവിടെ ദൈവം അവനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഈ ദൗത്യം ഏറ്റെടുക്കുന്ന സമയത്ത് ദൈവം ഡയറക്റ്റായിട്ട് ആമേൻ യോശുവയെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഭാഗമാണിത്. യോശുവയെ അപ്പോയിന്റ് ചെയ്ത് അവനെ ധൈര്യപ്പെടുത്തി അവനോട് പറയുകയാണ്, ദൈവത്തിന്റെ സ്തോത്രം, നീ
ആമേൻ, എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും നിന്റെ ജനമൊക്കെയും പുറപ്പെട്ട യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾ കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ ഞാൻ മോശയോടുകൂടെ കൽപ്പിച്ച പോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലം തന്നിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഒരു വീട് വാങ്ങാൻ പോകുമ്പോഴായിരിക്കും ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു വീടാണെങ്കിൽ നമ്മൾ അവിടെ പോയി കാലുകുത്തി ചവിട്ടി അവിടെ കയറി നിന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, ആമേൻ, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വീടാണെങ്കിൽ നമ്മളെ അവിടെ കൊണ്ടുചെന്ന് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വേറെങ്ങും മാറിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെയായിരിക്കും ചിലപ്പോൾ വിവാഹ കാര്യമാണെങ്കിൽ ഒരാളിനെ വെച്ചിരിക്കുന്നത് നടക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുമ്പോൾ ദൈവം നമുക്കായി കരുതിയത്, ദൈവം നമുക്കായി ഒരുക്കിയത്, ദൈവം നമുക്കായി, ആമേൻ, ഹല്ലേലൂയ, നമ്മളെ കൊണ്ടുചെന്ന് കാലുകുത്തിക്കുന്ന ചില സമയങ്ങളിലൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള ചില അനുഗ്രഹങ്ങളെ ദൈവം നമ്മുടെ കയ്യിലേക്ക് തരുവാനിടയായി തരും. അപ്പോൾ യോശുവോട് പറഞ്ഞു, ധൈര്യത്തോടെ പോകൂ, ഞാൻ കൂടെയുണ്ട്. ആമേൻ. ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വരത്തില്ലെന്നുള്ളതല്ല, വന്നാൽ നിന്റെ നേരെ നിൽക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടി ഇരിക്കും. ഇന്ന് രാത്രി ദൈവമക്കളെ, നമുക്ക് മുമ്പിൽ പ്രതികൂലങ്ങൾ കാണും, നമുക്ക് മുമ്പിൽ ശത്രുക്കൾ കാണും. ആമേൻ. എതിരാളികൾ എഴുന്നേറ്റെന്ന് വരാം, സാത്താന്യ സൈന്യം എഴുന്നേറ്റെന്ന് വരാം. പക്ഷെ ദൈവം പറയുന്നത് എഴുന്നേറ്റോട്ടെ, പക്ഷേ എഴുന്നേറ്റാലും പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ, നിന്റെ മുമ്പിൽ നേരെ നിൽക്കത്തില്ല. നിന്നാൽ ആമേൻ, ജയം നിനക്കായിരിക്കും, തോൽവി അവനായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ, ദൈവം നമ്മളെ നടത്തുന്നെങ്കിൽ നമ്മൾ ഭീരുക്കളാകേണ്ട ആവശ്യമില്ല, ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. യോശുവയെ ദൈവം നിയോഗിക്കുമ്പോൾ പറയുന്നത്, ആരും എഴുന്നേറ്റോട്ടെ, നീ ചെയ്യുന്ന ദൗത്യം വലുതാണ്, നിന്റെ മുമ്പിൽ ധാരാളം ദുർഘടങ്ങളുണ്ട്. ഞാനിങ്ങനെ അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ എന്താണ്, ആദ്യമേ തന്നെ യോർദാൻ കടക്കണം, മരണ യോർദാൻ, കരകവിഞ്ഞ് ഒഴുകുന്ന യോർദാൻ കടക്കണം. പിന്നെ എരികോം അതിനെ ധരണം ചെയ്യണം, എരികോം രാജാവിനെ ധരണം ചെയ്യണം. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അനാക്യ മല്ലന്മാർ, കനാന്യ രാജാക്കന്മാർ, അമോര്യർ അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവരെയൊക്കെ എന്ത് ചെയ്യണം? ഇവിടെയൊക്കെ വെല്ലുവിളികളെ നേരിടണം. പക്ഷെ ദൈവം മുന്നമേ പറയുകയാണ്, പേടിക്കേണ്ട, ഞാൻ നിന്നോട് കൂടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പഴയ നിയമത്തിലെ ചില അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് ദൈവം വരച്ചു കാണിക്കുമ്പോൾ, ഈ രാത്രിയിൽ ചില സംഘർഷാവസ്ഥകൾ കൂടെ, ചില പ്രതികൂലങ്ങൾ കൂടെ, ചില പ്രതിസന്ധികൾ കൂടെ, മനസ്സിന്റെ സമ്മർദ്ദത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മളോടും ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? യോശുവയോട് പറഞ്ഞതുപോലെ, അന്ന് പറഞ്ഞതുപോലെ, ആമേൻ, ഒട്ടും കുറയാത്ത കാര്യമാണ് പറഞ്ഞത്. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ നമ്മളോടുകൂടെ ദൈവമുണ്ട്. നമുക്ക് ദൈവത്തെ തരുമ്പോൾ ഇമ്മാനുവൽ എന്ന പേരോടുകൂടിയാണ് തരുന്നത്. ദൈവം നമ്മളോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവൽ. എബ്രായ ലേഖനം 13:5 പറയുന്നത്, ഇല്ല, ഞാൻ നിന്നോടുകൂടി ഉണ്ട്, ഒരിക്കലും ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ലോകം നമ്മളെ ഉപേക്ഷിച്ചാലും, മനുഷ്യൻ നമ്മളെ കൈവിട്ടാലും, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായാലും, ദൈവത്തിന്റെ പൈതലേ, നിന്റെ ദൈവം നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, നിന്റെ ദൈവം നിന്നോടുകൂടിയുണ്ട്. നമ്മൾ സംശയിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ചില നേരങ്ങളിൽ യോശുവയ്ക്ക് ദൈവത്തെ അവന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും അശരീരി പോലെ അവന്റെ ഉള്ളിൽ മുടങ്ങിക്കൊണ്ടിരുന്നു, ഞാൻ നിന്നോടുകൂടി ഉണ്ട്, മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടി ഉണ്ട്. ഈ ശബ്ദത്തിന്റെ ധ്വനികൾ അയവിറക്കിക്കൊണ്ട് ആമേൻ, യോർദാന്റെ മുമ്പിലും, ആമേൻ, യെരിഹോവിന്റെ മതിലിന്റെ മുമ്പിലും, ആമേൻ, ഹല്ലേലൂയ, രാക്ഷസന്മാരുടെ മുമ്പിലും, രാജാക്കന്മാരുടെ മുമ്പിലും, ആമേൻ, പ്രതികൂലങ്ങളുടെ മുമ്പിലൊക്കെ, ആമേൻ, എല്ലാവരും എതിരായിത്തീരുന്ന സാഹചര്യങ്ങളിലൊക്കെ ശക്തമായി ഉറച്ചു നിന്ന യോശുവയുടെ ജീവിതത്തിലെ വിജയങ്ങൾ കരസ്ഥമാക്കിയത് നമുക്ക് ഈ യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഭാഗം പറഞ്ഞു വന്നതിന്റെ വിഷയം, ദൈവം യോശുവയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, പറയുന്നത്, നീ എന്റെ വചനങ്ങൾ രാപ്പകൽ ധ്യാനിക്കണം, ഇടത്തോട്ടോ വലത്തോട്ടോ അതിൽ നിന്ന് നീ തിരിഞ്ഞു പോകരുത്. നിന്റെ വിജയത്തിന്റെ രഹസ്യം അതാണ്. എന്റെ വചനം നിന്റെ ഹൃദയത്തിൽ കാണണം, നീ അതിനെ ധ്യാനിക്കണം. എനിക്ക് ഉള്ള ശക്തി എന്റെ വചനത്തിനുണ്ട്, അധികാരമുണ്ട്, അതുകൊണ്ട് നീ എന്റെ വചനം ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിന് അധികാരമുണ്ട്, ശക്തിയുണ്ട്, പ്രാപ്തിയുണ്ട്. ഇത് ഇരുവായ്ത്തനെ കുറിച്ചുള്ള വാളാണ്. ആമേൻ, ഹല്ലേലൂയ. ഇതിന്മേൽ ഉറച്ചാൽ ആർക്കും നിൽക്കുവാൻ കഴിയത്തില്ല. ഈ വാളെടുത്ത്, ആത്മാവിന്റെ വാളെടുത്ത്, സർവായുധ വർഗത്തിലെ ഒന്നാണ്. ഈ ദിവസങ്ങളിൽ പോരാടുവാനുള്ള ശക്തി, അഭിഷേക നിറവോടുകൂടെ നാം ഈ ദിവസങ്ങളിൽ ജയത്തിന് വേണ്ടി കുതിച്ച് മുമ്പോട്ട് പോകണം. നമ്മൾ ആരും ഭീരുക്കളായി പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യോശുവയ്ക്ക് ധൈര്യം പകർന്ന ദൈവം ഇന്ന് രാത്രിയിൽ നമ്മളോടുകൂടി ഉണ്ട്. പഴയ നിയമത്തിൽ എത്ര ഭക്തന്മാർക്ക് ദൈവം ആമേൻ ധൈര്യം പകർന്നു. ഹല്ലേലൂയ. ഓരോ ഭക്തന്മാരെയും ദൈവം ധൈര്യപ്പെടുത്തിയല്ലയോ അവിടെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെയും യുദ്ധങ്ങളെയും
അവർ നേരിട്ടതും ജയിച്ചതും ജയം കൈവരിച്ചതും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സഭാ ജീവിതത്തിൽ ശുശ്രൂഷ മേഖലകളിൽ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ജോലി സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ നമ്മൾ വെല്ലുവിളികളെ നേരിടുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും യുദ്ധം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിന്റെയൊക്കെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന വാക്കിതാണ്, ഞാൻ നിന്നോടുകൂടിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ ഒരിക്കലും ഭാരപ്പെടണ്ട, നീ ഭയപ്പെടണ്ട, നിരാശപ്പെടണ്ട. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിനക്ക് ഒരു കാര്യം നിന്നെ ഏൽപ്പിച്ചെങ്കിൽ നമ്മൾ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന് നാളോളം അതിനെ തികയ്ക്കുമെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ധൈര്യശാലികളായിരിക്കാനാണ് ദൈവം പറയുന്നത്. 1-ാം അധ്യായത്തിലെ 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ, ഇത്ര ഗംഭീരമായ വാക്കുകൾ. ഇത് വായിക്കണം. ഞാൻ 1994 ഒഹായിൽ കർത്താവിന്റെ വേലയ്ക്ക് വരികയാണ്. 97 ഒരു വീട് ഹല്ലേലൂയ, ചെറിയൊരു വീട് ഇങ്ങനെ ഹല്ലേലൂയ കോൺട്രാക്ട് ചെയ്ത് അത് പണിയുകയാണ്. പണിത് അതിന്റെ ചില ഭാഗങ്ങൾ തീർന്ന് കാർപ്പറ്റ് ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ കയ്യിൽ പണമില്ല. ഞാൻ വളരെ മാനസികമായി ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടു. ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഞാൻ ഇരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ആ യോശുവയോട് പറഞ്ഞ വാക്കുകൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ട് എന്നോട് ദൈവം പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്നെ വളരെ മനോഹരമായി ആ സമയങ്ങളിൽ എൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള കഴിവും കൃപയും ശക്തിയും അതിനുള്ള വിടുതലുകൾ ദൈവം അന്ന് എനിക്ക് ഒരുക്കി തരുവാനിടയായി. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഏതെങ്കിലും വിഷയത്തിൽ മനസ്സ് ഭാരപ്പെടുന്നെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ ചഞ്ചലപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ, ദൈവം യോശുവയെ വിളിച്ചെങ്കിൽ, യോശുവയ്ക്ക് ധൈര്യം പകർന്നെങ്കിൽ, എന്നെ നിങ്ങളെയും ദൈവത്തിന്റെ മക്കളായി വിളിച്ച ദൈവം, രക്ഷയിലേക്ക് വിളിച്ച ദൈവം, നമ്മൾ ക്ഷീണിച്ച് മടുത്ത് നിരാശപ്പെട്ട് തളർന്നു പോകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല, പക്ഷേ ഈ ദൂത് ദൈവം എന്റെ കയ്യിലേക്ക് കൈമാറി അത് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എവിടെയെങ്കിലും ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളും എതിരാളികളും പോരുകളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ, ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും മണ്ഡലങ്ങളിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയമുണ്ടെങ്കിൽ, ശുശ്രൂഷ മേഖലകളിൽ ഭാരപ്പെടുത്തുന്ന വിഷയമുണ്ടെങ്കിൽ, ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ ഉണ്ട്, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും, നിന്നെ ഞാൻ സഹായിക്കും, നിന്നോടുകൂടെ ഞാനുണ്ട്. എതിരാളികൾ എഴുന്നേക്കും, വലിയതും വിശാലവും സഫലവുമായ വാതിലാണ് നിനക്ക് ഞാൻ തുറന്നു വെച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ നീ ശത്രുവിനെ കണ്ട് ഭാരപ്പെടേണ്ട. പ്രതികൂലങ്ങളെയും കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും യോർദാനെയും എരിഹോ മതിലിനെയും അനാക്യ മലന്മാരെയും രാക്ഷസന്മാരെയും കനാന്യ രാജാക്കന്മാരെയും എതിരാളികളെയും അമോര്യരെയും ഫെലിസ്തരെയും ഒന്നും കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഗ്ലോറി ടു ഗോഡ്. ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ്. അവസാനവും പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടി ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ഭയപ്പെടാനും ഭ്രമിക്കാനുള്ള സാഹചര്യങ്ങളാണ് മുഴുവൻ. പക്ഷെങ്കിൽ യോർദാനെ അല്ല നോക്കേണ്ടത്, ദൈവത്തെയാണ് നോക്കേണ്ടത്. എരിഹോ മതിലിനെ അല്ല നോക്കേണ്ടത്, ദൈവത്തെയാണ് നോക്കേണ്ടത്. അനാക്യ മല്ലന്മാരെ അല്ല നോക്കേണ്ടത്, ദൈവത്തെയാണ് നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം നമ്മുടെ കാൽച്ചുവട്ടിൽ ഹല്ലേലൂയ അമരുവാനിടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ വന്ന വിഷയം ഇതാണ്. യോശുവ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു. ദൈവം ധൈര്യപ്പെടുത്തി. ദൈവം നിയോഗിച്ചത് കൊണ്ട് തനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഒത്തു. ജനത്തെ കനാനിൽ എത്തിക്കുവാൻ ഒത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്തിക്കുവാൻ അവർ കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ വായിച്ച ഭാഗം എന്താണെന്നറിയാവോ? യോശുവയ്ക്ക് ഒരു സ്വസ്ഥത വരുത്തുവാൻ കഴിഞ്ഞില്ല. കനാനിൽ എത്തിയ ആ സ്ഥലത്ത് അവർ എത്തിയെങ്കിലും അത് അവരുടെ നിത്യസ്വസ്ഥതയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഫലപുഷ്ടിയുള്ള പാലും തേനും ഒഴുകുന്ന വിഭവ സമൃദ്ധമായ ഒരു ദേശം അവിടെ കാലുകുത്തിയപ്പോൾ മന്ന നിന്നുപോയി. കാരണം മന്നയെ കോമ്പീറ്റ് ചെയ്യുന്ന അത് സ്വർഗീയ ഭോജനമാണ്. പക്ഷെങ്കിൽ അത് ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ കനാനിലേക്ക് കാലുകുത്തിയപ്പോൾ ദൈവം ആ കനാനിലെ ഫലപുഷ്ടമായ വിഭവങ്ങൾ കൊണ്ട് ഇസ്രായേൽ ജനം കഴിയുവാൻ, തിന്ന് സംതൃപ്തി അടയുവാൻ വേണ്ടി ആ ദേശത്തെ വിളയിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. അത് കനാന്യർക്കുള്ളതല്ലായിരുന്നു, അത് ഇസ്രായേലിനുള്ളതായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, നമ്മളെ ഈ രാജ്യത്തേക്കൊക്കെ ദൈവം കൊണ്ടുവന്നു. പലരും സ്ഥാപിച്ച സ്ഥലങ്ങളിലും പലരും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ഏർപ്പെടുന്നെങ്കിലും, അവരാണ് ഇത് ചെയ്യുന്നെങ്കിലും, നമ്മൾ പണിയാത്ത വീടുകളിലും നമ്മൾ ആരംഭിക്കാത്ത ജോലികളിലും സ്ഥാപനങ്ങളിലും ഒക്കെ നമ്മളെ കൊണ്ട് ആക്കിയിരിക്കുന്നതിന്റെ പുറകിൽ നമുക്കായി ദൈവം ഇതെല്ലാം കരുതി വെച്ചിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ അങ്ങനെയെങ്കിൽ യോശുവ അവരെ കനാനിൽ എത്തിച്ചു. കനാനിൽ എത്തിച്ചെങ്കിലും ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞത്,
അത് അവർക്കൊരു സ്വസ്ഥതയുടെ സ്ഥലമല്ലായിരുന്നു. ദൈവം പറയുന്നത് അത് അവർക്ക് സ്വസ്ഥത യോശുവയ്ക്ക് വരുത്താൻ കഴിഞ്ഞില്ല. കാരണം ഇവരെല്ലാം പ്രതീക്ഷിച്ചത് എന്താണ്? യോശുവയും കാലേബും 20 വയസ്സിൽ താഴെയുള്ളവരെല്ലാവരും ആമേൻ ഹല്ലേലൂയ, അവരെല്ലാവരും കനാനിലേക്ക് കാലുകുത്തിയപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വർഗമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ അല്ലായിരുന്നു. അവർക്ക് സ്വസ്ഥത അതുകൊണ്ടായില്ല. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലും കാനഡയിലും മറ്റു നല്ല നല്ല രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഇതാണ് സ്വർഗമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. പ്രൈസ് ലോർഡ്. ഇത് കേവലം ഞാനിങ്ങനെ വചനം ചിന്തിച്ചുകൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വിശ്രമിക്കാനുള്ളൊരു സത്രം മാത്രമാണ് ഹല്ലേലൂയ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്. ഒരു സത്രത്തിലെ ഒരു ദിവസത്തെ ജീവിതം, പ്രൈസ് ലോർഡ്, ഈ ഭൂമിയിലെ ജീവിതം. പക്ഷെങ്കിൽ അതിനപ്പുറത്ത് ഈ സിയോൻ സഞ്ചാരി യാത്ര ചെയ്ത് ഒരു നിത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും. അപ്പോൾ എല്ലാവരും ഓർത്ത് ഇതൊരു സ്വസ്ഥതയായിരിക്കുന്നു, യോശുവയെ കൊണ്ട് സ്വസ്ഥത വരുത്തി എന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ അതവരുടെ സ്വസ്ഥതയല്ലായിരുന്നു. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എബ്രായലേഖനം 11 അധ്യായത്തിന്റെ 9 പ്രൈസ് ലോർഡ്, എബ്രായലേഖനം 11 അധ്യായം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, അതിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചാട്ടെ. 9-10 വാക്യങ്ങൾ. വിശ്വാസത്താൽ അവർ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ ചെന്നു വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. നോക്കൂ ദൈവമക്കളെ, വിശ്വാസത്താൽ അവർ വാഗ്ദത്ത ദേശത്ത് എത്തി. ഇതായിരിക്കും ഞങ്ങളുടെ വാഗ്ദത്ത ദേശം, ഇവിടെയായിരിക്കും ഞങ്ങൾക്ക് സ്വസ്ഥത. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി എന്നുള്ളതുപോലെ അവരവിടെ എത്തിയെങ്കിലും അബ്രഹാമിനെ പോലുള്ള ആളുകൾ അന്ന് ചെയ്തത് എന്താണെന്നറിയാമോ? യോശുവയുടെ കാലം അബ്രഹാമിന്റെ കാലമല്ല, അബ്രഹാമിന്റെ കാലം പണ്ടത്തെ കാലമാണ്. അബ്രഹാമിനെ ഊരിൽ നിന്ന് കൊണ്ടുവന്നു. ആമേൻ. കൊണ്ടുവന്നിട്ട് എവിടെയാ കൊണ്ടുവന്നത്? കനാൻ ദേശത്താണ് കൊണ്ടുവന്നത്. ഈ കനാൻ ദേശത്ത് തന്നെയാണ് യോശുവ ജനവുമായി എന്ത് ചെയ്തത്? സ്വസ്ഥതയ്ക്ക് വേണ്ടി അവിടെ ചെന്നത്. പക്ഷെ അബ്രഹാം ആ കനാൻ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, ഇതെന്റെ എവർലാസ്റ്റിംഗ് പ്ലേസ് അല്ല, ഇതെന്റെ നിത്യ സ്വസ്ഥതയുടെ സ്ഥലമല്ല, ഇതൊരു താൽക്കാലികമായ ഒരു ടെന്റ് അടിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ളൊരു സ്ഥലം മാത്രം. ഇത് കഴിഞ്ഞ് വേറൊരു നഗരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ നഗരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വിശ്വാസത്താൽ അവൻ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യോശുവയും ഇതുപോലെ കനാനിൽ കൊണ്ടുവന്ന് അവരെ ആക്കിയെങ്കിലും അബ്രഹാമിന്റെ വെളിപ്പാടാണ് അവർക്ക് വേണ്ടത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് കഴിഞ്ഞു. അവരൊക്കെ അവിടെ കനാനിൽ ആണെങ്കിലും ഈജിപ്തിൽ പോയി മരിച്ച യോസഫ് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്ത് എന്റെ അസ്ഥി കനാനിലേക്ക് ദൈവം സന്ദർശിക്കുന്ന ദിവസത്തിൽ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടിയാണ്? ആ സ്വസ്ഥതയുടെ ദേശത്ത് അവിടെ പോയി ആ അസ്ഥി കിടക്കട്ടെ. പക്ഷെങ്കിൽ പിതാക്കന്മാരെന്താ ചെയ്തത്? കനാൻ ദേശത്ത് അവരെത്തിയെങ്കിലും അവർക്കൊരറിവ് കിട്ടി, ഇത് ഞങ്ങളുടെ നിത്യസ്വസ്ഥതയുടെ സ്ഥലമല്ല. യോശുവയ്ക്ക് ഞങ്ങൾക്ക് നിത്യസ്വസ്ഥത വരുത്തുവാൻ കഴിയത്തില്ല. നമുക്ക് ഇന്ന് രാത്രി വിളിച്ചു പറയാൻ കഴിയും, നിത്യസ്വസ്ഥത വരുത്തിയത് നമ്മുടെ കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യേശു കർത്താവാണ് നിത്യസ്വസ്ഥതയുടെ ആ സ്ഥലത്തേക്ക് ആളുകൾക്ക് പ്രവേശനം ഒരുക്കിയത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു കർത്താവ്. ഞാൻ അതിനെക്കുറിച്ച് അനേക വാക്യങ്ങൾ ഇന്ന് രാത്രി പറയണമെന്നോർത്തെങ്കിലും സമയം അതിക്രമിച്ചുകൊണ്ട് ഇന്നവിടെ നിർത്തുകയാണ്. ഈ നിത്യസ്വസ്ഥതയുടെ ലാക്കിനെ ലക്ഷ്യമാക്കി അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിന് വേണ്ടി കനാനിൽ നിന്നുകൊണ്ട് നോക്കി പാർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, യോശുവയ്ക്ക് കനാനിൽ എത്തിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തു. അതൊരു സ്വസ്ഥതയുടെ സ്ഥലം എന്ന പോലെ ആയിരുന്നു ഭൂമിയിലെ, എങ്കിലും അതല്ലായിരുന്നു അവരുടെ നിത്യസ്വസ്ഥത. അവിടെ ശരീരം വിട്ട് അവരെ വിട്ട് പറന്നു പോകുന്ന ആത്മാവിന് നിത്യമായി റെസ്റ്റ് ചെയ്യുവാൻ സ്വർഗത്തിൽ ദൈവം ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് നിത്യസ്വസ്ഥത. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ നിർത്തുമ്പോൾ ഈ ഭൂമിയിലെ ഒന്നും നമുക്ക് നിത്യസ്വസ്ഥത തരുന്നതല്ല. നമ്മൾ ഇവിടം വിട്ടുപോകും. കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ഉടബല ബല സിഖാറക. അതുകൊണ്ട് ഇവിടുത്തെ നഷ്ടങ്ങൾ നമുക്ക് സാരമില്ല.
ഇവിടുത്തെ ദുഃഖങ്ങൾ നമുക്ക് സാരമില്ല. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന കല്ലേറുകളും പഴികളും ദുഷികളും നമുക്ക് സാരമല്ല. ഇവിടുത്തെ വേദനകൾ നമുക്ക് സാരമല്ല. ഇതിനപ്പുറത്ത് ദുഃഖവും വേദനയും മരണവും ശാപവും പാപവും സാത്താനുമില്ലാത്ത ഒരു നിത്യസ്വർഗം നമുക്ക് വേണ്ടിയിട്ടുണ്ട്. ആ സ്വസ്ഥതയിൽ നമുക്ക് പ്രവേശിപ്പാൻ കഴിയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവാണ്. യോശുവയ്ക്കല്ല അത് പൂർത്തീകരിപ്പാൻ കഴിഞ്ഞത്, അത് കഴിഞ്ഞത് യേശുവിനാണ്. ഇന്ന് രാത്രിയിൽ നാം മുറുകെ പിടിച്ചിരിക്കുന്ന ആ യേശുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ആ രക്തത്തിന്റെ വീണ്ടെടുപ്പാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് നടത്തുവാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ ക്രിസ്തു സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ നമ്മൾ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കും. അതുകൊണ്ട് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ളവർ ഞാൻ മടങ്ങി വരട്ടെ, ഹൃദയം കഠിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് കേട്ടവർ ഹൃദയം കഠിനമാക്കിയെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടവർ ആരെങ്കിലും കഠിനമാക്കിയെങ്കിൽ, ഇന്ന് രാത്രി കേൾക്കുന്ന നമ്മൾ കഠിനമാക്കരുത്. നമ്മൾ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുങ്ങാൻ ദൈവമക്കളെ. യോശുവയ്ക്ക് കഴിയാത്തത് കഴിഞ്ഞ അത് സാധിപ്പിക്കുവാൻ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി ആ നിത്യസ്വസ്ഥത. അതുകൊണ്ടാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടുന്ന് കർത്താവായ യേശു മടങ്ങി വരും. ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് അന്വേഷിക്കുവാൻ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് രാത്രി നമ്മളെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മളെ വേറെ ആരുമല്ല ഒരുക്കുന്നത്, പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളെ ഒരുക്കുകയാണ്. ആമേൻ. മണവാട്ടിയായ നമ്മെ മണവാളിനോട് ചേർത്ത് ആ സ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകുവാൻ, പ്രവേശിപ്പിക്കുവാൻ, ആ സ്വസ്ഥത വരുവാൻ കഴിയുന്ന ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഹല്ലേലൂയ ദൈവദാസനിൽ കൂടി കേൾക്കുവാനിടയായി തീർന്നുവല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ദൈവം തന്റെ ഹല്ലേലൂയ സ്തോത്രം പ്രിയ മകനായ യോശുവയ്ക്ക് വാഗ്ദാനം കൊടുത്തതായ ദൈവിക വാഗ്ദാനങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം. എത്ര വലിയ വിഷമമായിരുന്നാലും, എത്ര വലിയ പ്രശ്നമായിരുന്നാലും, ജീവിതത്തിൽ അതെ മുമ്പോട്ട് കടന്നു പോകുവാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നാം പ്രയാസപ്പെടുന്ന ഏത് വിഷയങ്ങളായിരുന്നാലും നമ്മുടെ ദൈവത്തിന് അതൊന്നും അസാധ്യമായിട്ടില്ല എന്ന് ദൈവദാസൻ ഹല്ലേലൂയ ജോഷുവയുടെ ചരിത്രം പ്രത്യേകം എടുത്തുകൊണ്ട് നമ്മോട് ഇന്ന് രാത്രികാലം സംസാരിപ്പാനിടയായി തീർന്നുവല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. 1-ാം അധ്യായത്തിൽ കർത്താവിന്റെ ദാസനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടി സംസാരിക്കുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ഹല്ലേലൂയ സ്തോത്രം. മോശയുടെ പിൻഗാമിയായി യോശുവായ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ട് മോശയോടുകൂടി ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടിയും ഇരിക്കും. ഏത് പ്രശ്നങ്ങൾ വന്നാലും ഹല്ലേലൂയ നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഏത് വിഷയങ്ങളുടെ മധ്യത്തിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് ഹല്ലേലൂയ യോശുവായ്ക്ക് ദൈവം ഇവിടെ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായിട്ട് അവർക്ക് വേണ്ടി വിഭാഗിക്കും എന്ന് അതേ യോശുവായ്ക്ക് കർത്താവ് വാഗ്ദാനം കൊടുക്കുകയാണ്. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ സ്തോത്രം. മോശ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം നടന്നു. എന്നാൽ തന്റെ പിൻഗാമിയായ യോശുവ അങ്ങനെ നടന്നുവെങ്കിൽ മാത്രമേ അവൻ ഈ വാഗ്ദാനവും അനുഗ്രഹങ്ങളും ലഭിക്കുകയുള്ളൂ എന്ന് അവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മോശയിൽ കൂടി നൽകിയിട്ടുള്ള ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്ന് എന്നും നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി ഇരിക്കുവാനും അതെ ദൈവത്തിന്റെ ശബ്ദം ഇവിടെ യോശുവയെ കേൾപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതെ ചെല്ലുന്നിടത്തൊക്കെയും ഒരു അന്യദേശത്ത് ചെന്നാലും ദൈവവചനം ഒരിക്കലും വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ദിവസങ്ങൾ അത് നമ്മോടും സംസാരിക്കുന്ന ഒരു ദൈവവചനമല്ലയോ? അല്ലെങ്കിൽ ദൈവിക ഹല്ലേലൂയ ശബ്ദം രാത്രികാലം അത് തിരിച്ചറിയുവാൻ നമുക്കും കഴിയട്ടെ. ഹല്ലേലൂയ.
അവരെ നാമം ഏത് ദേശത്ത് ചെന്നാലും ഹല്ലേലൂയ സ്തോത്രം, ഇടത്തോട്ടോ വലത്തോട്ടോ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ അത് തിരിയരുത്. ഹല്ലേലൂയ സ്തോത്രം, ധൈര്യമായിട്ട് ഉറപ്പോടുകൂടി ഹല്ലേലൂയ സ്തോത്രം, മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ സ്തോത്രം, നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ ചെല്ലുന്നിടത്തൊക്കെയും നിശുഭമായിരിക്കേണ്ടതിന് ആ മോശ മാത്രം കൊടുത്തതായ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പിന്മാറരുത്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവദാസൻ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രികാലം നമ്മോട് സംസാരിച്ചുവല്ലോ. വചനത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വചനം വെട്ടി ഞങ്ങൾക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ പിന്മാറുവാനിടയാകല്ലേ. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് ഹല്ലേലൂയ സ്തോത്രം തന്റെ ദാസന്മാർക്ക് വാഗ്ദാനം കൊടുത്ത് ദൈവമായ കർത്താവിനെ ബലപ്പെടുത്തിയതുപോലെ ഏത് പ്രതികൂലങ്ങളായിരുന്നാലും കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടും ധൈര്യത്തോടും കൂടി മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിലെ ക്രിസ്തുവിന് നാളോളം അത് നിവർത്തിക്കും. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുത്തുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കും. രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വചനം നമ്മോട് സംസാരിച്ചുവല്ലോ. പ്രാർത്ഥനയോടെ രാത്രികാലം വിശ്രമിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവദാസനെ പ്രത്യേകം വചനം സംസാരിച്ച കർത്താവിന്റെ ദാസൻ ടോമി ജോസഫിനെ ഓർത്തുകൊണ്ട് തന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് തന്റെ അതായത് പാട്ടുപാടിയ കർത്താവിന്റെ ദാസ സിനി ജോസഫിനെ ഓർത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ 3 പേരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോഷുവായിക്കായി പ്രാർത്ഥിക്കാം, ജോയലിനായി പ്രാർത്ഥിക്കാം, ജോയ്സിക്കായി സ്തോത്രം ചെയ്യാം. അവരുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായിരിക്കും, അവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ലൈനിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് വിവിധ ആവശ്യങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി നൽകി ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഈ ദിവസങ്ങളിൽ അനേക ദൈവത്തിന്റെ വചനം കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രികാലത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ പ്രാർത്ഥിപ്പാനായി കൂടി വരുവാൻ രാത്രികാലം ദൈവമായ കർത്താവേ, നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് രാത്രികാലം നല്ല വചനം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. വചനം സംസാരിപ്പാൻ അങ്ങയുടെ വൃത്തിനെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചതിനായി സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫിനെ പ്രത്യേകം ദൈവങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്ന ഹല്ലേലൂയ ദൈവിക വാഗ്ദാനം, ആ ദൈവിക ഉറപ്പ് ഹല്ലേലൂയ. ദൈവത്തിന്റെ അതേ ന്യായ പ്രമാണം കർത്താവിന്റെ ഞങ്ങളുടെ പൂർവികന്മാർ മുഖാന്തരം, ദൈവദാസന്മാർ മുഖാന്തരം, മോശ മുഖാന്തരം ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ കർത്താവേ, ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നതായ ആ ദൈവത്തിന്റെ വചനത്തിലെ മർമ്മങ്ങളെ, പ്രമാണങ്ങളെ വിട്ടുമാറി ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതിരിപ്പാൻ തക്കോണം ഈ ദിവസങ്ങൾ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനം ഗ്രഹിപ്പാനും അതനുസരിച്ച് ജീവിപ്പാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ പ്രത്യേകം ദൈവവൃത്തിനെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചതിനായി സ്തോത്രം. പാട്ട് പാടുവാൻ കർത്താവിന്റെ ദാസിയെ സിനിയെ ജോസഫിനെ ബലപ്പെടുത്തിനായി സ്തോത്രം. കുടുംബത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ 3 പേരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായിരിക്കുന്നു. താവേ, അവസാന നിമിഷം വരെയും ഒരേ ബലത്തോടെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ദൈവസഭയെ, കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ലൈനിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. താങ്ക് യു ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കൂടെ ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. യേശു ക്രിസ്തു മാത്രം ഈ രാത്രികാലവും നമുക്ക് ജയം നൽകി തന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. രാത്രികാലം ലൈനിൽ പങ്കെടുത്തവരോട് നന്ദി അറിയിക്കുന്നു. വചനം സംസാരിച്ച ദൈവവൃത്തിനോടും പാട്ടുപാടിയതായ പ്രിയ കർത്താവിന്റെ ദാസി സിസ്റ്റർ സിനിയോടുമുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. നാളെ രാവിലെ 5 മണിക്ക് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വീണ്ടും ഒരുമിച്ച് കൂടി വരാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.